തൂതപ്പുഴയിൽ പോലീസിന്റെ മണൽ റെയ്ഡ്. കുലുക്കല്ലൂർ നാട്യമംഗലത്തു നിന്നും ചങ്ങാടങ്ങളും മണലും പിടികൂടി. മണൽ കടത്തുന്നവർക്കെതിരെ ക്രിമിനൽ കേസെടുക്കുമെന്ന് പട്ടാമ്പി സർക്കിൾ ഇൻസ്പെക്ടർ കെ.എം. ദേവസി. മണ്ണാർക്കാട് നൊട്ടമല വളവിൽ റോഡ് പൊട്ടിപ്പൊളിഞ്ഞു തന്നെ. പ്രവൃത്തി നടത്താൻ അനുമതി ലഭിച്ച് 3 മാസം കഴിഞ്ഞിട്ടും ടാറിംഗ് നടന്നില്ല. ശബരിമല വ്രതാനുഷ്ഠാനത്തിന്റെ ഭാഗമായി കറുപ്പ് വസ്ത്രം ധരിച്ചെത്തിയ വിദ്യാർത്ഥികളെ യൂണിഫോമിന്റെ പേരിൽ പുറത്താക്കിയതായി ആരോപണം. കൊപ്പം ജനതാ ഹയർ സെക്കൻഡറി സ്കൂളിനും പരുതൂർ ഹൈസ്കൂളിനുമെതിരെ VHP. ആധാർ രജിസ്ട്രേഷനും ദേശീയ ജനസംഖ്യ രജിസ്ട്രേഷനും ജനങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കുന്നു. ലഭിക്കാത്ത ആധാർ നമ്പർ വഴിയുള്ള സർക്കാർ ആനുകൂല്യ വിതരണവും ആശയക്കുഴപ്പത്തിൽ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. തൂതപ്പുഴയിൽ പോലീസിന്റെ നേതൃത്വത്തിൽ മണൽ റെയ്ഡ്. കുലുക്കല്ലൂർ നാട്യമംഗലത്തെ കടവിലാണ് പട്ടാമ്പി സർക്കിൾ ഇൻസ്പെക്ടർ ദേവസിയുടെ നേതൃത്വത്തിൽ മണൽ റെയ്ഡ് നടത്തിയത്. ശനിയാഴ്ച പുലർച്ചെ വേഷപ്രശ്നത്തിനായി എത്തിയാണ് പട്ടാമ്പി CIയുടെ നേതൃത്വത്തിൽ മണൽ റെയ്ഡ് നടന്നത്. കുലുക്കല്ലൂർ നാട്യമംഗലത്തെ പാണ്ഡ്യാട്ട് കടവിലായിരുന്നു റെയ്ഡ്. അനധികൃതമായി മണൽ വാരിയിരുന്ന 5 തോണികൾ റെയ്ഡിൽ പിടികൂടി. ഇവ പിന്നീട് JCB ഉപയോഗിച്ച് നശിപ്പിച്ചു. 7 ലോഡ് മണലും റെയ്ഡിൽ പിടികൂടി. തൂതപ്പുഴയുടെ വിവിധ ഉൾക്കടവുകൾ കേന്ദ്രീകരിച്ച് അനധികൃത മണൽക്കടത്ത് വ്യാപകമായ സാഹചര്യത്തിലാണ് പോലീസ് ശക്തമായ നടപടികൾ എടുത്തിരിക്കുന്നത്. ഭാരതപ്പുഴയിൽ അനധികൃത മണൽക്കടത്ത് പോലീസ് ഇടപെടലിലൂടെ ഒരു പരിധിവരെ കുറഞ്ഞിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് തൂതപ്പുഴയിൽ മണൽ മാഫിയ സജീവമായിരിക്കുന്നത്. രാവും പകലും വ്യത്യാസമില്ലാതെയാണ് തൂതപ്പുഴയിൽ അനധികൃത മണൽക്കൊള്ള നടക്കുന്നത്. പട്ടാമ്പി SI ബിനു, ട്രെയിനിംഗ് SI ശശികുമാർ എന്നിവരും റെയ്ഡിൽ പങ്കെടുത്തു. അനധികൃതമായി മണൽ വാരിയാൽ ഇനി കുറ്റക്കാരായ വ്യക്തികൾക്കെതിരെയും കേസെടുക്കുമെന്ന് പട്ടാമ്പി സർക്കിൾ ഇൻസ്പെക്ടർ കെ.എം. ദേവസി പറഞ്ഞു. ഇക്കാര്യത്തിൽ ഹൈക്കോടതിയുടെ നിർദ്ദേശം കിട്ടിയിട്ടുണ്ട്. തൂതപ്പുഴയിലെ മണൽക്കടത്ത് തടയാൻ മലപ്പുറം ജില്ലയിലെ പോലീസുമായി സഹകരിച്ച് സംയുക്ത ഓപ്പറേഷൻ നടത്തുമെന്നും സർക്കിൾ ഇൻസ്പെക്ടർ പറഞ്ഞു. നാട്യമംഗലത്ത് പാണ്ഡ്യാട്ട് കടവ് എന്ന സ്ഥലത്താണുള്ളത്. അവിടെ ഞങ്ങൾ 10 തോണി ആദ്യം ഉണ്ടായിരുന്നു. 5 തോണി നേരത്തെ തല്ലിപ്പൊളിച്ച് കളഞ്ഞതാണ്. അതിന് മുന്നേ 2 തോണി ഇവിടെ പൊളിച്ച് കളഞ്ഞു. എന്നിട്ട് ഇവർ അവസാനിപ്പിച്ചില്ല. 2 തോണി പൊളിച്ചപ്പോൾ അവർ 5 തോണി ഇറക്കി. 5 തോണി പൊളിച്ച് കളഞ്ഞപ്പോൾ പിന്നെ അവർ 6 തോണി ആയിട്ടിരുന്നു. പോലീസിനെ വെല്ലുവിളിക്കുന്ന രീതിയിൽ നാട്യമംഗലത്ത് പാണ്ഡ്യാട്ട് കടവിൽ മണൽ എടുപ്പ് വ്യാപകമായതുകൊണ്ട് വളരെ കർശനമായ നടപടി എടുക്കുന്നതിന് വേണ്ടിയിട്ട് പോലീസും റവന്യൂവും ഒരുമിച്ച് സംയുക്തമായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത് പൊളിച്ചിട്ടുള്ളത്. ഇനി എടുത്തു കഴിഞ്ഞാൽ ഇനി മണലെടുക്കുന്ന വ്യക്തികളെ ആരാണോ അവരെ കണ്ടുപിടിച്ച് അവരുടെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്യാനാണ് ഇപ്പം ഹൈക്കോടതിയുടെ ഓർഡർ ഉള്ളത്. അതുകൊണ്ട് ഇപ്പൊ ഇതിന്റെ ഓണർമാർ ആരാണെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്യുന്നില്ല, മറിച്ച് സ്റ്റേഷൻ റെക്കോർഡിൽ ഇത് എൻട്രി ചെയ്തതിനു ശേഷം ഇത് നശിപ്പിച്ചു കളയാനാണ് ഉദ്ദേശിക്കുന്നത്. ഇനി എടുക്കുന്നവരുടെ അഡ്രസ്സ് കളക്ട് ചെയ്ത് കേസ് രജിസ്റ്റർ ചെയ്യാനാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് കിട്ടിയിരിക്കുന്നത്. ഇതെന്തായാലും മണലെടുപ്പ് കർശനമായിട്ട് നിരോധിക്കുന്നതാണ്. ഇനിയും പല സ്ഥലങ്ങളിൽ ഈ തോണിയും ചങ്ങാടം ഉപയോഗിച്ച് മണലെടുക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അതെന്തായാലും അത് ഈ ലിമിറ്റിൽ അനുവദിക്കുന്നതല്ല. പിന്നെ മലപ്പുറം ജില്ലയിലുള്ള പോലീസും കൂടെ സഹകരിച്ചുകൊണ്ട് ഒരു ജോയിന്റ് ഓപ്പറേഷന് തീരുമാനിച്ചിട്ടുണ്ട്. അത് എന്നാണ് എന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല. യൂണിഫോമിന്റെ പേരിൽ ശബരിമല വ്രതാനുഷ്ഠാനത്തിന്റെ ഭാഗമായി കറുപ്പ് വസ്ത്രം ധരിച്ചു വന്ന 2 വിദ്യാർത്ഥികളെ ക്ലാസ്സിൽ നിന്നും പുറത്താക്കിയ സംഭവം വിവാദത്തിൽ. ഹൈന്ദവ വിശ്വാസത്തെ ഹനിക്കുന്ന ഇത്തരം നടപടികൾ തുടർന്നാൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ ആരംഭിക്കുമെന്ന് വിശ്വഹിന്ദു പരിഷത്ത് ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കൊപ്പം നടുവട്ടം ജനതാ ഹയർ സെക്കൻഡറി സ്കൂളിലും പരുതൂർ ഹൈസ്കൂളിലും ശബരിമല വ്രതാനുഷ്ഠാനത്തിന്റെ ഭാഗമായി കറുപ്പ് വസ്ത്രം ധരിച്ചു വന്ന 2 വിദ്യാർത്ഥികളെ യൂണിഫോമിന്റെ പേര് പറഞ്ഞ് ക്ലാസ്സിൽ നിന്നും പുറത്താക്കിയെന്നാണ് വിശ്വഹിന്ദു പരിഷത്തിന്റെ ആരോപണം. ഇത്തരം നടപടികൾ ഹൈന്ദവ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും ഹനിക്കുന്നതാണെന്നും ഇന്ത്യൻ ഭരണഘടന അനുവദിച്ചു തന്ന വിശ്വാസ സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്നും വിശ്വഹിന്ദു പരിഷത്ത് ഭാരവാഹികൾ പറഞ്ഞു. എല്ലാവർക്കും അവരവരുടേതായ വിശ്വാസമുണ്ടെന്നും അത് നിഷേധിക്കലല്ല മതേതരത്വമെന്നും ഭാരവാഹികൾ അഭിപ്രായപ്പെട്ടു. ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചാൽ ശക്തമായ പ്രക്ഷോഭത്തിന് വിശ്വഹിന്ദു പരിഷത്ത് നേതൃത്വം നൽകുമെന്നും നേതാക്കൾ വ്യക്തമാക്കി. നടുവട്ടം ജനതാ ഹൈസ്കൂളിലും പരുതൂർ ഹൈസ്കൂളിലും സ്കൂൾ വിദ്യാർത്ഥികൾ കറുപ്പ് മുണ്ട് ധരിച്ചതിന്റെ പേരിൽ യൂണിഫോം ധരിക്കാതെ കറുപ്പ് മുണ്ട് ധരിച്ചു എന്നതിന്റെ പേരിൽ അവരെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കുകയും യൂണിഫോം ധരിച്ചാൽ മാത്രമേ ക്ലാസ്സിനുള്ളിലേക്ക് കയറാൻ പാടൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ വിദ്യാർത്ഥികളെ പുറത്താക്കുകയും ചെയ്ത സംഭവം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു. വളരെ കാലപ്പഴക്കം ചെന്ന ഒരു ആചാരാനുഷ്ഠാനങ്ങൾ നടത്തി വരുന്ന ഹൈന്ദവ സമൂഹത്തെ ആചാരാനുഷ്ഠാനങ്ങളെ തകർക്കുന്ന രീതിയിലുള്ള ഒരു പ്രവണതയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. നമ്മുടെ ഇന്ത്യൻ ഭരണഘടന പ്രകാരം തെറ്റായ ഒരു നടപടിയാണ്. ഹിന്ദു സമൂഹത്തിന്റെ വിശ്വാസത്തെ തകർക്കുന്ന രീതിയിലുള്ള ഈ പ്രവണത
വിശ്വ ഹിന്ദു പരിഷത്ത് ശക്തമായ പ്രതിഷേധ പരിപാടികളിലൂടെ പ്രക്ഷോഭങ്ങൾ ആരംഭിക്കുകയും ഈ നടപടികൾ ഇനി ഒരു സ്കൂൾ അധികൃതർ പോലും എടുക്കാൻ തയ്യാറാകരുത് എന്ന ഒരു അഭ്യർത്ഥന കൂടി നമ്മൾ ഈ GSP ജില്ലാ സംഘടനാ സെക്രട്ടറി VP രവീന്ദ്രൻ, രാധാകൃഷ്ണൻ പർണശാല, P സത്യനാരായണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ദേശീയ ജനസംഖ്യ രജിസ്ട്രേഷനും ആധാർ കാർഡും ജനങ്ങളെ വലയ്ക്കുന്നതായി പരാതി. ആധാർ രജിസ്ട്രേഷൻ എടുത്തവരും എടുക്കാത്തവരും ദേശീയ ജനസംഖ്യ രജിസ്ട്രേഷൻ എടുക്കണമെന്നാണ് നിർദ്ദേശം. എന്നാൽ ഇതുവരെയും ലഭിക്കാത്ത ആധാർ നമ്പർ വഴിയാണ് ഇനി മുതൽ ആനുകൂല്യങ്ങൾ നൽകൂ എന്ന ഉത്തരവാണ് ജനങ്ങളെ ഏറെ വലയ്ക്കുന്നത്. ആധാർ രജിസ്ട്രേഷൻ അവസാനിപ്പിച്ച് NPR രജിസ്ട്രേഷൻ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഒരു വർഷമായിട്ടും ഒരാൾക്ക് പോലും NPR വഴി കാർഡ് ലഭിച്ചിട്ടില്ല. അടുത്ത മാസം മുതൽ ക്ഷേമ പെൻഷനുകൾ, സബ്സിഡികൾ തുടങ്ങിയ ആനുകൂല്യങ്ങൾ ആധാർ നമ്പറിലൂടെ മാത്രമേ ലഭിക്കൂ എന്ന സർക്കാർ ഉത്തരവ് ജനങ്ങളെ വെട്ടിലാക്കി. ആധാർ രജിസ്ട്രേഷൻ നടത്തിയതുമില്ല, NPR കാർഡ് ലഭിച്ചതുമില്ല. ഇതാണ് സാധാരണക്കാരെ വലയ്ക്കുന്നത്. ആധാർ കാർഡ് ലഭിക്കാത്തവർക്ക് NPR വഴിയുള്ള കാർഡ് ഉടൻ വിതരണം ചെയ്ത് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് അസോസിയേഷൻ ഓഫ് IT എംപ്ലോയീസ് ജനറൽ സെക്രട്ടറി TP പ്രദീപ് കുമാർ പറഞ്ഞു. NPR ആധാർ രജിസ്ട്രേഷനെ സംബന്ധിച്ച് സംസ്ഥാനത്താകെ വലിയ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ ഏത് കാർഡ് എടുക്കണമെന്ന ആശങ്കയിലാണ് ഇപ്പോൾ ഉള്ളത്. ആധാർ എടുക്കണോ, NPR എടുക്കണോ തുടങ്ങിയ നിരവധി പ്രശ്നങ്ങളായി ജനം പാലക്കാട് ജില്ലയിൽ വലയുകയാണ്. ആധാർ കാർഡ് എടുത്ത ആളുകൾ അക്ഷയയിൽ നിന്നും അതുപോലെ തന്നെ കെൽട്രോണിൽ നിന്നൊക്കെ തന്നെ ആധാർ കാർഡ് എടുത്ത ആളുകൾക്ക് ഇതിനകം ആധാർ കാർഡ് ലഭിച്ചു കഴിഞ്ഞു. എന്നാൽ NPR രജിസ്ട്രേഷൻ എടുത്ത ആളുകൾക്ക് ഒരാൾക്ക് പോലും സംസ്ഥാനത്ത് ഒരു കാർഡ് പോലും വിതരണം ചെയ്യാൻ വേണ്ടി NPRന് കഴിഞ്ഞിട്ടില്ല. ആധാർ രജിസ്ട്രേഷൻ അല്ല പ്രധാനം, NPR രജിസ്ട്രേഷൻ ആണ് എന്ന് NPRന്റെ ഉദ്യോഗസ്ഥ പ്രതിനിധികൾ ആവർത്തിച്ച് വ്യക്തമാക്കുമ്പോഴും സംസ്ഥാന സർക്കാർ പറയുന്നത് ഇനി മുതലുള്ള ആനുകൂല്യങ്ങളൊക്കെ തന്നെ ജനുവരി 1-ാം തീയതി മുതൽ ആധാർ കാർഡിലൂടെ നൽകുമെന്നാണ്. ഇപ്പൊ NPR എടുത്ത ആളുകൾ ഉൾപ്പെടെ ജില്ലയിലെ അക്ഷയ കേന്ദ്രങ്ങളിൽ കയറി ഇറങ്ങുകയാണ് ആധാർ വേണം എന്ന് പറഞ്ഞു. പുതിയ സർക്കാർ ഉത്തരവ് വന്നതോടെ ആധാർ നമ്പറിന് വേണ്ടി അക്ഷയ കേന്ദ്രങ്ങളെ സമീപിക്കുകയാണ് നാട്ടുകാർ. അതേസമയം മാസങ്ങൾ പിന്നിട്ടിട്ടും NPR രജിസ്ട്രേഷൻ നമ്പർ നൽകാത്തത് എന്തുകൊണ്ടാണെന്ന് അധികൃതർ വെളിപ്പെടുത്തിയിട്ടുമില്ല. അല്ലെങ്കിൽ ആനുകൂല്യ വിതരണത്തിലെ അവ്യക്തതകൾ മാറ്റിയെടുക്കണമെന്നും ആവശ്യമുയർന്നിട്ടുണ്ട്. റോഡിന്റെ ഉപരിതലം പൂർണ്ണമായും തകർന്ന മണ്ണാർക്കാട് നൊട്ടമല വളവുകളിലെ ടാറിംഗ് പ്രവൃത്തികൾ വൈകുന്നു. 3 മാസം മുമ്പ് അനുമതിയും ഫണ്ടും ലഭിച്ച പ്രവൃത്തിയാണ് നീളുന്നത്. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലെ മണ്ണാർക്കാട് നൊട്ടമല വളവുകളിലെ റോഡിന്റെ തകർച്ച പരിഹരിക്കാൻ അഴുക്കുചാൽ ഷെയ്ഡ് ബിറ്റ് നിർമ്മാണത്തിനായി 15 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. നൊട്ടമല 1ഉം 2ഉം ഹെയർപിൻ വളവുകളിലെ പ്രവൃത്തികൾക്കായിരുന്നു അനുമതി. ഇതോടൊപ്പം 2 വളവുകളിലും ടാറിംഗ് പ്രവൃത്തികൾ നടത്താനും നിർദ്ദേശമുണ്ടായിരുന്നു. എന്നാൽ ടാറിംഗ് പ്രവൃത്തികൾ ഇതുവരെ ആരംഭിച്ചിട്ടില്ല. അഴുക്കുചാൽ നിർമ്മാണവും പൂർത്തിയാക്കിയിട്ടില്ല. അപകട സാധ്യത കൂടുതലുള്ള 1ാം വളവിലായിരുന്നു അഴുക്കുചാലിന്റെ നിർമ്മാണം ആദ്യം നടത്തേണ്ടിയിരുന്നത്. എന്നാൽ 2ാം വളവിലാണ് നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചിട്ടുള്ളത്. ഇതിനെതിരെ പ്രതിഷേധം വ്യാപകമായിട്ടുണ്ട്. എന്നാൽ 2ാം വളവിലെ അഴുക്കുചാൽ നിർമ്മാണവും ടാറിംഗും സൈഡ് ബിറ്റ് നിർമ്മാണവും മാത്രമാണ് 15 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റിൽ വകയിരുത്തിയിട്ടുള്ളൂവെന്നാണ് അറിയുന്നത്. 1ാം വളവിലെ അഴുക്കുചാൽ നിർമ്മാണത്തിനും സൈഡ് കെട്ടാനുള്ള എസ്റ്റിമേറ്റിനും അനുമതി ലഭിച്ചിട്ടില്ലെന്നും അറിയുന്നു. വയനാട് ചുരം മാതൃകയിൽ ഇന്റർലോക്ക് ടൈലുകൾ പതിച്ചുള്ള റോഡ് നിർമ്മാണം വേണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ സർക്കാർ കേന്ദ്ര ഉപരിതല വകുപ്പിനെ സമീപിച്ചിരുന്നു. ഇതിന് അനുമതി ലഭിക്കുകയും 2 കോടി രൂപ അനുവദിക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് ഉയർന്ന നിരക്കാണെന്ന് ചൂണ്ടിക്കാട്ടി ഉപരിതല വകുപ്പ് തന്നെ പദ്ധതിക്ക് അനുമതി നിഷേധിക്കുകയാണുണ്ടായത്. വാർത്തകൾ തുടരുന്നു. സഹകരണ വാരാഘോഷത്തിന്റെ ഭാഗമായി ചെറുപ്പശ്ശേരി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ കാറൽമണ്ണയിൽ ചർച്ച സംഘടിപ്പിച്ചു. ഒറ്റപ്പാലം സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ C. അച്യുതൻ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. 59ാം സഹകരണ വാരാഘോഷത്തിന്റെ ഭാഗമായാണ് പ്രമുഖ സഹകാരികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ജലവിതരണമടക്കമുള്ള പുതിയ മേഖലകളിൽ സഹകരണ സംഘങ്ങളെ ഉത്തേജിപ്പിക്കൽ എന്ന വിഷയത്തിൽ ചെറുപ്പശ്ശേരി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ചർച്ച സംഘടിപ്പിച്ചത്. കാറൽമണ്ണയിലെ ബാങ്കിന്റെ കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്ന ചർച്ചയിൽ ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC രാമൻകുട്ടി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം K. ജയദേവൻ, ചെറുപ്പശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. സുരേഷ്, വിവിധ ബാങ്കുകളുടെ പ്രതിനിധികൾ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. ഒറ്റപ്പാലം സെന്റ് ഗ്രിഗോറിയസ് ഓർത്തഡോക്സ് പള്ളിയിൽ പരിമല തിരുമേനിയുടെ ഓർമ്മ പെരുന്നാൾ ആഘോഷിച്ചു. പെരുന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി ശനിയാഴ്ച നഗരപ്രദക്ഷിണവും 3-ന്മേൽ കുർബാനയും നടന്നു. ഞായറാഴ്ച പ്രഭാത നമസ്കാരത്തോടെയാണ് ഓർമ്മ പെരുന്നാൾ ആരംഭിച്ചത്. പെരുന്നാൾ കൊടിയേറ്റവും ആദ്യഫല ലേലവും കഴിഞ്ഞ ശേഷം വെള്ളി ശനി ദിവസങ്ങളിലാണ് ആഘോഷ പരിപാടികൾ നടന്നത്. വെള്ളിയാഴ്ച സന്ധ്യാ നമസ്കാരം, മുഖ്യകാർമ്മികൻ ഡോക്ടർ യൂഹാനോൻ മാർ ക്രിസോസ്റ്റമസ് തിരുമേനിയുടെ നേതൃത്വത്തിലുള്ള സുവിശേഷ പ്രസംഗം എന്നിവയുമുണ്ടായി. ശനിയാഴ്ച രാവിലെ പ്രഭാത നമസ്കാരത്തിന് ശേഷം 3-ന്മേൽ കുർബാനയും മധ്യസ്ഥ പ്രാർത്ഥനയും ആശീർവാദം, നേർച്ച എന്നീ ചടങ്ങുകളും നടന്നു. പള്ളി വികാരി ജോർജ് മാത്യു പൂക്കോട്ട്, TV പൗലോസ്, ആന്റണി ചാക്കോ എന്നിവർ നേതൃത്വം നൽകി.
AIYF ശ്രീകൃഷ്ണപുരം മണ്ഡലം സമ്മേളനം ഞായറാഴ്ച അടയ്ക്കാപ്പുത്തൂരിൽ നടക്കും. സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി മണികണ്ഠൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. 11,47,55,481 രൂപ ചിലവ് പ്രതീക്ഷിക്കുന്ന വികസന പദ്ധതി രേഖയാണ് ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പുറത്തിറക്കിയിരിക്കുന്നത്. ഇതിൽ കൃഷി, കുടിവെള്ളം, പാർപ്പിടം, സാമൂഹ്യക്ഷേമം എന്നിവയ്ക്ക് പ്രത്യേക ഊന്നൽ കൊടുത്തുകൊണ്ടാണ് പദ്ധതി രേഖ പുറത്തിറക്കിയിരിക്കുന്നത്. ഉൽപാദന മേഖലയ്ക്ക് 54,41,129 രൂപ, സേവന മേഖലയ്ക്ക് 3,20,32,780 രൂപ, പശ്ചാത്തല മേഖലയ്ക്ക് 44,81,215 രൂപയുമാണ് വകയിരുത്തിയിരിക്കുന്നത്. ഇതിൽ SC മേഖലയ്ക്ക് 2,33,24,760 രൂപയും ജനറൽ വിഭാഗത്തിൽ 1,86,30,364 രൂപയും നീക്കിവച്ചിട്ടുണ്ട്. കൃഷി വികസനത്തിന് 26,70,000 രൂപ, കുടിവെള്ളത്തിന് 61,91,894 രൂപ, പാർപ്പിട സൗകര്യത്തിന് 1,69,56,146 രൂപ, സാമൂഹ്യക്ഷേമത്തിന് 28 ലക്ഷം രൂപയുമാണ് പ്രധാനമായും വകയിരുത്തിയിരിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ 7 ഗ്രാമപഞ്ചായത്തുകളിൽ ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്താൻ 44,81,215 രൂപ, മൃഗസംരക്ഷണം, ക്ഷീരവികസനം എന്നിവയ്ക്ക് 11 ലക്ഷം രൂപയും നീക്കിവച്ചിട്ടുണ്ട്. കൂടാതെ 2012-2013 IAY ഭവന നിർമ്മാണത്തിന് 2,82 ലക്ഷം രൂപയും 7 ഗ്രാമപഞ്ചായത്തുകളിൽ ഉൾപ്പെടുന്ന അംഗനവാടികളുടെ പൂരക പോഷകാഹാരത്തിന് 30 ലക്ഷം രൂപയും വനിതാ ലേബർ ബാങ്കിന് 6 ലക്ഷം രൂപയും നിർബന്ധിതമായും വകയിരുത്തിയിട്ടുണ്ട്. മാത്രമല്ല കടമ്പഴിപ്പുറം, ചെർപ്പളശ്ശേരി എന്നിവിടങ്ങളിലെ സാമൂഹ്യാരോഗ്യ കേന്ദ്രങ്ങളുടെ വികസനത്തിന് 4 ലക്ഷം രൂപ വീതം നീക്കിവച്ചിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന വികസന സെമിനാർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC രാമൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M ആസിയ അധ്യക്ഷത വഹിച്ചു. പദ്ധതി രേഖയുടെ പ്രകാശനം രാഘവൻ നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം PS അബ്ദുൽ ഖാദർ പദ്ധതി രേഖ ഏറ്റുവാങ്ങലും N ഹരിദാസൻ പദ്ധതി അവതരണവും നടത്തി. K ജയദേവൻ, K രവീന്ദ്രൻ, K സുരേഷ്, CG ഗീത, B ഗംഗാധരൻ, K രാമകൃഷ്ണൻ, NB ഗോപാലകൃഷ്ണൻ, ജാക്കുലിൻ ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. തൂതപ്പുഴയിൽ പോലീസിന്റെ മണൽ റെയ്ഡ്. കുലുക്കല്ലൂർ നാട്യമംഗലത്തു നിന്നും ചങ്ങാടങ്ങളും മണലും പിടികൂടി. മണൽ കടത്തുന്നവർക്കെതിരെ ക്രിമിനൽ കേസെടുക്കുമെന്ന് പട്ടാമ്പി സർക്കിൾ ഇൻസ്പെക്ടർ KM ദേവസി. മണ്ണാർക്കാട് നൊട്ടമല വളവിൽ റോഡ് പൊട്ടിപ്പൊളിഞ്ഞു തന്നെ. പ്രവൃത്തി നടത്താൻ അനുമതി ലഭിച്ച് 3 മാസം കഴിഞ്ഞിട്ടും ടാറിംഗ് നടന്നില്ല. ശബരിമല വ്രതാനുഷ്ഠാനത്തിന്റെ ഭാഗമായി കറുപ്പ് വസ്ത്രം ധരിച്ചെത്തിയ വിദ്യാർത്ഥികളെ യൂണിഫോമിന്റെ പേരിൽ പുറത്താക്കിയതായി ആരോപണം. ഒപ്പം ജനതാ ഹയർ സെക്കൻഡറി സ്കൂളിനും പരുതൂർ ഹൈസ്കൂളിനുമെതിരെ VHP. ആധാർ രജിസ്ട്രേഷനും ദേശീയ ജനസംഖ്യ രജിസ്ട്രേഷനും ജനങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കുന്നു. ലഭിക്കാത്ത ആധാർ നമ്പർ വഴിയുള്ള സർക്കാർ ആനുകൂല്യ വിതരണവും ആശയക്കുഴപ്പത്തിൽ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.